Please like and subscribe. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഓയിൽ ഫ്രീ ചിക്കൻ ആണ്. ഒരു 1/2 കിലോ ചിക്കനാണ്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ്, പച്ചമുളക് ഒരുവിധം ക്രഷ് ആയിട്ട് വന്നിട്ട്, ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് ചേർക്കാം. വെളുത്തുള്ളി നല്ല അടിപൊളിയായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെച്ചിട്ട് ഇടാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്നാലും അതിന്റെ ഒരു നാച്ചുറൽ ഫ്ലേവർ നമുക്ക് പുറത്തേക്ക് വരണം. കുറച്ച് കുരുമുളകും കൂടി നമുക്കൊന്ന് തക്കാളി കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. വാരി വെതറ. ഓക്കെ, ബേസിക്കലി ഇതൊരു സൂപ്പാണ്. അടിപൊളി ടേസ്റ്റ്. അപ്പൊ വീണ്ടും റാൻഡം റൈറ്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ മറ്റുള്ള കുക്കിംഗ് വീഡിയോ കാണുന്ന പോലെ, ചാനൽ കാണുന്ന പോലെ ഇത് കാണരുത്. ഇത് ഒരു എന്താ പറയുക, പ്രൊഫഷണൽ കുക്കിങ്ങും പരിപാടിയൊന്നുമല്ല. എനിക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ചില റെസിപ്പീസ് ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടോ, അത് ട്രൈ ചെയ്യുന്നതാണ്. അത് ആദ്യമായിട്ട് മിക്കവാറും ഞാൻ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് പരീക്ഷിച്ച് വീണ്ടും ചാനലിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിന് ഭയങ്കര ഓവർ എക്സ്പെക്ടേഷൻ അങ്ങനത്തെ ഒന്നുമില്ല. സിമ്പിൾ. എനിക്ക് കഴിക്കാൻ ഉച്ചയ്ക്ക് ഇന്നിപ്പോൾ ഉച്ചയായി, ഇന്ന് 1 മണിയായി, ഭക്ഷണം കഴിക്കണം. അപ്പൊ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓയിൽ ഫ്രീ ചിക്കൻ ആണ്. ഒരു നാഗാലാൻഡ് സ്റ്റൈല്, നോർത്ത് ഈസ്റ്റ് നാഗാലാൻഡ് ഇല്ലേ, നാഗാലാൻഡ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറി, നാഗാ സ്റ്റൈൽ ചിക്കൻ കറി. അപ്പൊ അതിൽ നമ്മൾ അധികം മസാലാസ് ഇതൊന്നും അധികം യൂസ് ചെയ്യുന്നത്, നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. കുറച്ച് കുരുമുളക് പൊടി നല്ലതാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ചിക്കനും അതിന് റോ ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തുള്ളത്. മിക്കവാറും മേടിക്കാൻ പറ്റുകയാണെങ്കിൽ വിത്ത് സ്കിന്ന് ചിക്കൻ മേടിക്കാൻ നോക്കുക. ഇങ്ങനത്തെ ബാക്കി ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് നമ്മുടെ ഗാർലിക്, ജിഞ്ചർ, പച്ചമുളക്, ഒരു തക്കാളി, 2 ഉരുളൻകിഴങ്ങ്, പിന്നെ നാരങ്ങ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഗ്രീൻ ഓണി. ഇതൊക്കെ അവസാനം ജസ്റ്റ് ഗാർണിഷിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അധികം ഐറ്റംസ് ഒന്നുമില്ല. ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ പതിവ് പോലെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും യൂസ് ചെയ്യുന്ന, വെറും പ്ലെയിൻ ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഇട്ട സ്ഥിതിക്ക് നമുക്ക് കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ്, ചിക്കൻ ഒന്നൊരു ടെൻഡർ ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാരങ്ങ പിഴിയാം. ഓക്കെ, അപ്പൊ നമ്മളിതിൽ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് പച്ചമുളകില്ലേ, അത് ചതച്ചിട്ട് അത് ചേർക്കാം. 1 by 1 ആയിട്ട്. അപ്പൊ ഞാൻ വല്ലാതെ ഒരുമിച്ച് ചേർക്കുന്നില്ല. അപ്പൊ ഓരോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചേർക്കണമെന്നുള്ളത് ഞാൻ ആ ചേർക്കണ സമയത്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതുപോലെ ചേർക്കാം. ഓക്കെ, അപ്പൊ പച്ചമുളക് ഒരുവിധം ക്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഇത് ചേർക്കാം. ഓക്കെ, ഇത് പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചത്. പച്ചമുളക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ചിക്കൻ വേകുമ്പോൾ കുറച്ച് വെള്ളം വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം നമ്മളിപ്പോ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒഴിക്കണം, വെള്ളം ഒഴിക്കണം, കുറച്ച് ഒഴിക്കണം. പക്ഷെ ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് ചേർക്കാം. അതുപോലെ ഒന്ന് ഒരു മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങ് അരിഞ്ഞെടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിത് ആഡ് ചെയ്യാം. ഉരുളൻകിഴങ്ങ് കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് അതും ഇതിന്റെ കൂടെ ഒന്ന്, ഈ സമയത്തൊന്നും നമ്മൾ വെള്ളം ഒഴിക്കണം നിർബന്ധമല്ല. ഇത് പിടിക്കും. ഈ സമയത്ത് നമുക്കൊരു കാര്യം മറന്നുപോയി. അത് എന്താന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാതുണ്ടായ സമയത്ത്. അധികം ഉപ്പൊന്നും ഞാൻ അളവൊന്നും പറയുന്നില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു ഇതുപോലെ ഉപ്പ് അനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി ഇത് ഇളക്കി കൊടുക്കുക. ഇതിപ്പോ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയില്ലേ. ഇനി നമുക്കൊരു കുറച്ച് വെള്ളം, ചിക്കനിൽ ഓട്ടോമാറ്റിക്കലി ചിക്കനിൽ വെള്ളം വേവിക്കുന്നവർ ഇറങ്ങി വരും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി വെള്ളം, വേവാനുള്ള കുറച്ച് വെള്ളം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. മതി, അധികം വെള്ളം. ഓക്കെ, എന്നിട്ട് ഇതൊന്നും നമുക്ക് വെച്ചിട്ട് എന്നിട്ട് ഒരു മീഡിയത്തിൽ ഫ്ലെയിം വയ്ക്കുക. അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. ഇതിരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ഗാർലിക് ഒന്ന് ചതച്ചെടുക്കാം. അരിയണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഇത് വലിയ ഗാർലിക്കിന്റെ ഇതായ കാരണം ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി നല്ല അടിപൊളിയായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, തന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗാർലിക് ചേർക്കാം. ഗാർലിക് ചേർത്തിട്ട് നമ്മളിതൊന്ന്
നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇനി അടുത്തത് അപ്പം ജിഞ്ചർ ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ജിഞ്ചർ കുറച്ച് സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിനെക്കാട്ടും കുറച്ച് അധികം ആഡ് ചെയ്യാൻ ശ്രമിക്കുക, ജിഞ്ചറും ഗാർലിക്കും. അപ്പം നമ്മുടെ ഇഞ്ചി കണ്ട ഒരുവിധം ക്രഷായി വന്നിട്ടുണ്ട്, ഒരുവിധം പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് മാക്സിമം ഇങ്ങനെ ചതച്ചിട്ട് ഇടാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്നാൽ അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലേവർ നമുക്ക് പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇഞ്ചി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിട്ട് ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ഇതൊന്ന് നന്നായിട്ട് വേവുക വേണ്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. അധികം വേണ്ട, വളരെ കുറച്ച് കുരുമുളകും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. കുരുമുളക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നാച്ചുറൽ ഇതൊന്ന് ഇതാവട്ടെ. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഏകദേശം ചിക്കൻ ഒരു 75% അല്ലെങ്കിൽ ഒരു 3/4 വേവായി. അപ്പം നമുക്കൊരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇതുപോലെ ഒരു 4 പീസ് തക്കാളി ആക്കിയിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് ഇത് ഉണ്ടാക്കാൻ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഓരോന്ന് 1 by 1 ചിക്കൻ വെക്കുക, വേവിക്കുക, കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് ജിഞ്ചർ, ഗാർലിക്, പിന്നെ അവസാനം കുറച്ച് തക്കാളി, അത്രേ ഉള്ളൂ. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഇനി തക്കാളിയും കൂടി ഒന്ന് ഇതെന്തോട്ടെ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഒരുവിധ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയലിയും കുറച്ച് ഗ്രീൻ ഒണിയനും മറ്റേ ഇതില് ചെറിയ ഒണിയനും അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കി നോക്കാം. ഒന്ന് സിമ്മിലാക്കുക, ഈ അടപ്പ് അങ്ങോട്ട് മാറ്റി വെക്കുക. ഈ മല്ലിച്ചെപ്പ് ഞങ്ങളവിടെ പറയാം, നിങ്ങളവിടെ എന്താ പറയാന്ന് അറിയില്ല. വാരി വെതറ. ഓക്കെ, പിന്നെ ഈ ഒരു സാധനം, പിന്നെ എന്താ ശരിക്കും പേരുന്നെങ്കിൽ ഞാൻ ഗ്രീൻ ഒണിയൻ എന്ന് പറയണം, നിങ്ങൾ എന്തൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം എല്ലാ കടയിലും കിട്ടും. അതും ഇതുപോലെ വാരി വെതറുക. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് വളരെ ഇതാണ്. പക്ഷെ ഇത് കറി എന്നുള്ള ബേസിക്കലി ഇതൊരു സൂപ്പാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാം, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു സൂപ്പ് തന്നെയാണ്. പക്ഷെ കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാന്ന് പറയാം. അപ്പൊ അത് എങ്ങനെ നിങ്ങൾക്ക് ഇത് സൂപ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സൂപ്പായിട്ട് യൂസ് ചെയ്യാം. കറിയായിട്ട് ചോറിന്റെ കൂടെയൊക്കെ നല്ലത് മാക്സിമം ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ കൂടെ ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് റോ ആയിട്ടുള്ള സാധനമാണല്ലോ. പിന്നെ സൂപ്പായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വൈകിട്ട് ഒരു 7 മണിക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിക്ക് നമുക്ക് വൈകിട്ട് സൂപ്പും കുടിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാട്ടോ. ഒന്ന് പറ്റുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയാം. കാരണം വലിയ പണിയൊന്നുമില്ല, ആർക്കും ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ ഇതിന്റെ കൂടെ കഴിക്കാൻ ഒരു 2 കഷ്ണം ബ്രെഡിന്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ആയിരിക്കും കുറച്ചുകൂടി ഇതിന്റെ കൂടെ മാച്ചായി പോവാന്ന് എനിക്ക് തോന്നിയോണ്ടാണ്. ബ്രെഡ് ഒരു കഷ്ണം എടുത്തു, കുറച്ച് ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാകും. ഉരുളക്കിഴങ്ങ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ട് അടിപൊളി ടേസ്റ്റ്. ഇനി ചിക്കൻ എങ്ങനെയാണ് നോക്കിയത്? കൊള്ളാം, നല്ല നന്നായിട്ട് സംഭവം ഉഷാറ് അതിന്റെ പൊഴിച്ചുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഒന്ന് അഭിപ്രായം പറയാം. ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ചെയ്യാനൊരു മോട്ടിവേഷൻ വേണ്ടേ, അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്.